അതല്ല ഒരു ഈ വ്യക്തമായ അടിമത്തം എന്ന് പറയുന്നത് പരസ്യ സംവാദം പൊതുജനങ്ങളുടെ മുമ്പിൽ നടക്കുകയും ആളുകൾക്ക് സംശയം എന്നോടും അവരോടും ചോദിക്കാനുള്ള ഒരു പൊതുവേദിയിൽ വന്നിട്ട് അടിമത്തത്തിൽ ന്യായീകരിക്കുകയും ചെയ്തോട്ടെ. അല്ല, ഞാൻ പറയുന്നത് അതവര് വരുന്നില്ല. ഇത്രയും വിശ്വാസികളെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി ഇവര് വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ഇതുപോലെ നമ്മള് സാധാരണക്കാരനായ വിശ്വാസികൾ നിങ്ങളോട് വന്ന് കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. അവര് ഇത് ഒരു പറഞ്ഞ് ഓല് ക്ലിയർ ചെയ്യണം. ക്ലാരിഫിക്കേഷൻ തരണം. അതെ, അതാ പറഞ്ഞത്. അപ്പൊ അതാണ് അവര് ഞാനും നിങ്ങൾ പറഞ്ഞത്. പറഞ്ഞ അവര് വിശ്വാസികളെ കബളിപ്പിക്കാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തില് അവര് മറുപടി പറയൽ ബാധ്യസ്ഥരാണ്. പിന്നെ അവരിത് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവര് എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിഫിക്കേഷനും വിശ്വാസികൾക്ക് തരണം. അത് അത് എന്തായാലും തീർച്ചയായിട്ടും. ഇല്ലേ? അപ്പൊ അതെ, എന്തുകൊണ്ട് അവര് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പഠിച്ച അവര് എന്തുകൊണ്ട് ഇതിനെ അവര് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇപ്പൊ അടുത്ത് എനിക്കെതിരെ ഈ വിമർശനങ്ങൾ നടക്കുമ്പോ എന്നെ പ്രതിരോധിക്കുന്നത് ഞാൻ 2 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നുണ പറഞ്ഞിട്ടാണ്. അല്ല, വ്യക്തിപരമായ കാര്യങ്ങളല്ല ഞാൻ അതാണ് പറയുന്നത്. അവർ അതല്ല. ചെയ്യണേ. എന്നിട്ട് അങ്ങനെ തെറി പറഞ്ഞ് നടക്കുന്ന ഏതോ സ്ത്രീ ഉണ്ട്. ആ സ്ത്രീനെ പൊക്കി പിടിച്ചിട്ടാണ് ഇപ്പൊ എനിക്ക് മറുപടി തരുന്ന മൂല്യന്മാര്. ആ, ആ. അല്ല, അത് ഇതല്ലല്ലോ നമ്മൾ പറയുന്ന വ്യക്തിപരമായ വസ്തുതകൾ കാര്യങ്ങളല്ല. നമ്മൾ വസ്തുതാപരമായിട്ട് പറയാം, ആശയപരമായിട്ട് അവര് മറുപടി പറയണം. ഇതിന് പറയാൻ കഴിയുന്നില്ല. കാരണം നമ്മളൊരു ദീന് പറയുമ്പോ അത് അത്രയും ക്ലിയർ ആണ്. അപ്പൊ അതിന് അല്ലേ? നിങ്ങൾക്ക് മറുപടി അവര് അതേ നിലക്ക് തന്നെ നമുക്ക് പണ്ഡിതന്മാർ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം. കാരണം ഇത് നമ്മൾക്ക് ഇത് നമ്മൾ പറഞ്ഞാൽ അത്ര കിതാബില് പോയിട്ടില്ല. 5-6 വരെയൊക്കെ പോയിക്കാണ്ട് പിന്നെ നമ്മൾ ഓരോ ജോലികാരിയായിട്ട് പോകണാണ്. നമ്മൾ വയലിൽ കേട്ടുകാണ്ട് എന്തൊക്കെ ഉള്ള അറിവാണ്. അതെ. അപ്പൊ അതല്ലാത്തൊരു വിവരങ്ങള് ഒരാൾ പബ്ലിക്കായിട്ട് പറയുമ്പോ അത് ക്ലിയർ അതിന്റെ ചെയ്ത് വസ്തുത എന്താണെന്ന് വിശ്വാസികളോട് അവര് ക്ലിയർ വിശദീകരിക്കണ്ടേ? അയാൾക്ക് മറുപടി കൊടുക്കണ്ടേ? കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്. അവരെന്തുകൊണ്ട് അത് ഇറങ്ങണം എന്നില്ല. അതാ ഞാൻ പറയുന്നത് ചോദിക്കണം എന്നുള്ളത്. അപ്പൊ അതാ അത് ചോദിക്കണ്ടേ. ഏതായാലും ഞാൻ ഈ നിങ്ങൾ പറഞ്ഞ ബുക്കിനെ പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് ആയിക്കോട്ടെ, ഉസ്താദ്മാരോട് ഒന്ന് ചോദിച്ചോക്കട്ടെ എന്താണ് ഇപ്പൊ ഇത്. കാരണം ഇത് ഇങ്ങനെ ആയാല് ഒരു എവിടെ എത്തുന്ന അറിയില്ലല്ലോ. കാരണം ഈ എവിടെയോ വിശ്വാസികള് എന്തോ വശപ്പശക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതാ പ്രശ്നം. അതാണ്. അപ്പൊ അത് ഇത് ക്ലിയർ ചെയ്യട്ടെ. ഏതായാലും ഞാൻ ആയിക്കോട്ടെ, വിളിക്കാം. ശരി, ശരി, ശരി. ഓക്കെ, ഒന്നുകൂടി വിളിക്കാം. ശരി.